ഹായ് ഗായ്സ്. ഹായ്. അപ്പോൾ നമ്മുടെ ഡെയിലി കണ്ടന്റിന്റെ ഭാഗമായി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്യൂട്ടി വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഗെറ്റ് റെഡി വിത്ത് ഉല്ലാസ്. നമ്മൾ തന്നെ ഉല്ലാസിനെ സ്റ്റൈൽ ചെയ്യാൻ പോവുകയാണ്. ഒരുപാട് മുടി വളർന്നിട്ടുണ്ട്. ഉല്ലാസിന് നല്ല കുട്ടപ്പനാക്കി ഞാൻ മുടി വളർത്തിയതാണ് 2 മാസത്തെ കഠിനാധ്വാനം. അല്ല, പലരും പറയാറുണ്ട് ഉല്ലാസ് കുറച്ചുകൂടെ ഒന്ന് സ്റ്റൈലിഷ് ആവണം. അതെ അതെ, നിങ്ങൾ നമ്മുടെ അടുത്താണ് പറയണത്. ഒന്ന് ചെയ്ത് കൊടുത്തൂടെ? അതെ അതെ, നമ്മൾ ചെയ്ത് കൊടുക്കാം. ഈ ചെറുപ്രായത്തിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ, മുട്ട അടിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് കണ്ടപ്പോൾ. ഈ ലുക്ക് കണ്ടിട്ട് നിന്നെ പറയാൻ അത് തന്നെ, നിന്നെ ഇതുവരെ കാണാത്തൊരു ലുക്കിലേക്ക് നമ്മൾ മാറ്റും. നിനക്ക് എന്തെങ്കിലും സ്റ്റൈൽ ഉണ്ടോ? എന്തെങ്കിലും പെർട്ടിക്കുലർ സ്റ്റൈല് ഉണ്ട്. എവിടെ അയച്ചു തന്ന് ഉല്ലാസിന് സ്റ്റൈലൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഉല്ലാസ് നോക്കാം. ഇതേപോലെ തന്നെ ഇതുപോലെ കമ്മൽ അടുപ്പിക്കും. ഇത് കഴിഞ്ഞിട്ട് ബീമേ പോയി കമ്മൽ അടുപ്പിക്കാണ് പരിപാടി. എടാ, സ്റ്റൈൽ ഇതാണ് ഉല്ലാസിന്റെ സ്റ്റൈല്. ഏതാണ്ട് ഇതേപോലെ തന്നെ ഇരിക്കും. ഇത് കണക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾ തീർന്നു കേട്ടാ. ഇത് വേണമെങ്കിൽ എന്നെ മുടി മുട്ട അടിച്ചോ. അതിൽ നീ എന്തൊരു മുട്ട അടിക്കേ? അതല്ലേ പറഞ്ഞ് മുട്ട അടിച്ചോളാം. ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം. ഇത്രയും മുടി വേണ്ട. ഇത്രയും മുടി പനി വരും, നീരിറങ്ങും. അതാണ് വീട്ടുകാർ പണ്ട് നമ്മളെടുത്ത് പറയണം. അല്ല, ഉല്ലാസിന് എന്തായാലും ഫുള്ളി കോൺഫിഡന്റ് ആണ്. ഞാൻ കോൺഫിഡന്റ് ആണ്. നിങ്ങൾ കോൺഫിഡന്റ് ആണോ? ഞാൻ കോൺഫിഡന്റ്. ഗൈസ്, അപ്പൊ നമുക്കിപ്പോ ഉല്ലാസിനെ സീറ്റിലോട്ട് ഇരുത്തി അവന്റെ മുടി വെട്ടാനുള്ള പരിപാടിയിലേക്ക് തുടങ്ങാം. ദാസ നല്ലതാണ്, ഇരുന്നോ. കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കണം. ഇതാ ഫസ്റ്റ് ഇതാ നമ്മളത് വെള്ളയാണ് നമ്മൾ എടുക്കാനുള്ളത്. ഇന്ന് ഇതേ കിട്ടിയോളൂ. ക്ലിപ്പ് നമ്മളെല്ലാം പ്രൊഫഷണൽ അപ്രോച്ചാണ് എല്ലാം. എന്തിൽ തുടങ്ങാടാ? നമുക്ക് സൈഡ് അങ്ങ് കുറയ്ക്കാം. സൈഡ് സീറോ വേണോ? എങ്കിലേ നീ പറഞ്ഞ പോലെ സ്റ്റൈൽ വരത്തുള്ളൂ. സ്റ്റൈൽ വരുള്ളൂ. പിന്നെ നമുക്ക് ഓവറോൾ ഇതിന്റെ ലെങ്ത് ഒന്ന് കുറയ്ക്കണം. ഓവറാൾ ഭയങ്കര മുടി ഭയങ്കരമായിട്ട് വളർന്നിരിക്കുന്നു. ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അല്ല, ആ പടത്തിനനുസരിച്ചുള്ള പടത്തിൽ വെളുപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ. ഇവിടം വരെ. അവിടെ വരെ അല്ല, ഇവിടം വരെ. അല്ലല്ല, ഇതുവരെ അതുവരെ അല്ലടാ. ഫോട്ടോ എടുത്തേ. അതെ, ഇത് കൊളമായ എനിക്ക് പുറത്തുപോയി വെട്ടുള്ളതാണ്. വേറെ അങ്ങനെയൊന്നും കുളം ആവൂല. നമ്മൾ അങ്ങനെയൊന്നും കുളം ആക്കൂലല്ലോ ഇതിന്. ഇത് എവിടം വരെ എടുത്തേക്കുന്നത്? ഇവിടം വരെ. ഇത് സീറോ വരെ. സീറോ ഇവിടം വരെ പിടിക്കും. അത് കഴിഞ്ഞ് ഒരു 3 ഇട്ട് ഇവിടം വരെ പിടിക്കാം. ആദ്യം ഇവിടെ ഇത്രയും അത് ഇതിട്ടാണ് ചെയ്യണത്. ട്രിമ്മർ ഇട്ടാണ് ചെയ്യേണ്ടത്. ട്രിമ്മർ എടുത്തുണ്ടോ? മോനെ ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട്. എടാ, അത് ഒറ്റ പൊടിക്രാപ്പല്ലേ നീ ചെയ്യണത്. ആദ്യം നമുക്ക് ഇവിടം വരെ സീറോ ഇടാം. സീറോയാ? സീറോ അല്ല, ആദ്യം ഒരു 5 ഇട്ട്. എന്ത്? ആദ്യം ഒരു നിരപ്പാക്കണം. എന്നിട്ട് ഓക്കെ ഓക്കെ ഓക്കെ, ഒരു 5 ഇട്ട് നമുക്ക് ഇങ്ങനെ പിടിക്കാം. എടാ അങ്ങനെയല്ലടാ. ആദ്യം ഇവിടെ താണ്ട സീറോ ഇട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കട്ട് ചെയ്യോടാ. അങ്ങനെയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് അതിന്റെ ഇതെന്ന് പറഞ്ഞുതരാം. ഇവിടം തൊട്ട് ഇങ്ങനെ നമ്മൾ സീറോ ഇട്ട് ഇവിടം വരെ ഇങ്ങനെ കറക്കി എടുത്തോണ്ട് വരും. എടാ, മുകളിൽ ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ഡ്രിമ്മർ ഇട്ട്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞുതരാം. ഒരു 5 ഇട്ട് അല്ലെങ്കിൽ 6 ഇട്ട് ഇത്രയും കുറയ്ക്കും. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കുറച്ച് വരുന്നത്. എന്നിട്ട് അവസാനം ഇവിടെ സീറോ ഇട്ട് ഇങ്ങനെ എടുക്കും. അങ്ങനെയാണ് എന്റെ ഞാൻ പറഞ്ഞ ഉല്ലാസ് നല്ലത് എന്റേതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വലിയ വിശ്വാസമില്ല നിങ്ങളെ. എക്സ്പീരിയൻസ് കുറവായിരിക്കും. ഇല്ല, ഞാൻ ഇവിടെ സീറോ മുടി ഇല്ലാത്ത നിങ്ങളൊക്കെ എങ്ങനെ ഇതിന്റെ എക്സ്പീരിയൻസ്? സൈഡിൽ മുടി ഇല്ലേടാ. എടാ, സൈഡിൽ മുടി എല്ലാവർക്കും ഉണ്ടല്ലോ. അതിന്റെ കാര്യമാണ് പറഞ്ഞത്. നീ ടെൻഷൻ അടിക്കണ്ട. ഈ പരിപാടി മുട്ട അടിക്കാമല്ലോ. ഒന്നാമത് താടി മീശയല്ലേ, ഇനി മുട്ടയും കൂടെ അടിച്ചാ ശിവനെ. അപ്പൊ നിങ്ങക്ക് എന്തായാലും ഒരു ധാരണ കിട്ടി. എടാ, ഫസ്റ്റ് ഇതൊന്നും എത്തിയിരുന്നു. ട്രിമ്മർ ഇല്ലെങ്കിൽ വെള്ളം വെച്ചില്ല. എങ്ങനെ സ്റ്റൈൽ വേണോ അവിടെ എന്നില്ല. ആദ്യം ഇവനെ ഫസ്റ്റ് ഇങ്ങനെ മുടി ഇങ്ങനെ കോതും എല്ലാത്തിനും. ഞാൻ തിരിച്ചാണ് കേട്ടോ കോതണ. എങ്ങനെ ഇങ്ങനെ വലത്തോട്ട്. എങ്ങനെയായാലും കുഴപ്പമില്ലല്ലോ. മുടി വെട്ടിയാ പോരെ. ഇതാണ് നിന്റെ സ്റ്റൈൽ. സ്റ്റൈലൊന്നും ഇല്ല, എന്നാലും നീ ചെയ്യാതല്ലേ. അത്രയും പോണോ? ഇത്ര പോണ്ടേ? ഇത്ര പോണ്ട. ഇത്ര പോയാ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് പോവാള്. ഇങ്ങനെയല്ല ഇനി പോവാനുള്ളത്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അങ്ങനെ ചെയ്യണേ. അത് സീറോ അല്ല അങ്ങനെ ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ഇവിടം വരെ 7 ഇട്ട് ചെയ്യാം, 6 ഇട്ട് ചെയ്യാം. ചെയ്യുന്ന നീ ചെയ്യുന്നില്ലേ? അപ്പൊ അല്ല, അത് നീയല്ലേ പറഞ്ഞു. എന്റെ സ്റ്റൈലിസ്റ്റ് ആദ്യമേ ഇവിടെയാണ് ചെയ്തത്. ശരിയാണ്, ഇത് രണ്ടുപേരുടെ വെട്ടിയ കൊളാവും. ഇല്ല, കൊളാവൂല. ഞാൻ വെട്ടിയ കൊളാവൂല. ആരുടെ അപ്രോച്ച് വേണം? സംസാരിക്കണായിട്ട് കൊള്ളാന്ന് തോന്നുന്നു. ദാസചേട്ടൻ മുകളിലെ ലെങ്ത് കുറച്ച് തന്നാ. ഇല്ല, എനിക്കിത് ചെയ്യണം. ഒരു സൈഡ് അഖിലേഷ് ചേട്ടന്, ഒരു സൈഡ് ദാസചേട്ടന്. ഓക്കെ. തർക്കം തീർന്നല്ലോ.
അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരുടെ ഫണ്ടിട്ട് എനിക്ക് തൊപ്പി വാങ്ങിച്ചു തരണം കേട്ടോ. ഓ അത് തരാം. അതാണ്ട് എന്റെ തലയിലും ഉണ്ടല്ലോ എടുത്തു. ഇങ്ങനെ പൊക്കിയൊന്നും വെക്കൂല മുടി വെട്ടുമ്പോഴ്. എടാ ഇത് ലൈൻ നോക്കുന്നത്, നിനക്ക് ലൈൻ ഇടട്ടാ? വേണ്ട, ലൈനൊന്നും വേണ്ട. അപ്പൊ അവിടെ മിണ്ടായിരുന്നു. അങ്ങനെ അല്ല, മുകളിലോട്ട്. എടാ എങ്ങനെയാലും മുടി ഓ മൈ ഗോഡ്. എടാ ഇത് ആദ്യം ഇതിട്ട് പിടിച്ചാലേ ഒന്നും പോയില്ലടാ. കണ്ടിട്ട് എനിക്ക് ഇപ്പൊ ഞാൻ വേണോ അവൻ വേണോ? ഞാൻ വേണോ അവൻ വേണോ? വെട്ടിയെ നോക്കട്ടെ. ഞാൻ വെട്ടി തുടങ്ങിയില്ല. കത്രികയൊന്നും അല്ല, ഞാൻ സാധാരണ പോകുമ്പോ അവര് ചെവി നോക്കിക്കോണേ. കത്രിക വേണ്ട, കത്രിക വേണ്ട. മുടി വെട്ടി. നിനക്ക് ഇത്ര പേടി എന്തിനാ? ചെവി എടാ ഇവനെ അറിഞ്ഞൂടാ കേട്ടാടാ. നിനക്ക് അത് തന്നെ വേണം. എന്തോന്നറിയാന്ന് അവൻ എന്തോന്നറിയാന്ന് അവനൊരു ഉണ്ടേ അറിഞ്ഞൂടാ. ഞാൻ വെട്ടിത്തരാം. മുടി വെട്ടാൻ പോലും അവനറിയില്ല. എടാ അത് കുറച്ചിട്ട് ഇതാണ് പ്രശ്നം. ഒരാള് ചെയ്താലേ നടക്കത്തുള്ളൂ. ആ ജയ്. എന്റെ കോൺഫിഡൻസ് കാണടാ. കത്തിനിക്ക് മൂർച്ചില്ല. നീ ചെവി നോക്കിക്കോ. ഇൻഷുറൻസ് ഉണ്ടോടാ നിനക്ക്? ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ? നിങ്ങൾ എന്നെ കൊല്ലാൻ പോവുകയുള്ളൂ. അല്ല ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. നമുക്ക് പണ്ടില്ലേ ഇതെന്തോന്നാ പൊടി, ഇതെന്തോ എലി കരണ്ട് വെച്ചിരിക്കണതാ. നിങ്ങൾ കത്രിക എടുക്കണ്ട കേട്ടോ, എനിക്ക് ട്രിമ്മർ മതി. ഞാൻ ഇങ്ങതാ സീരിയസ് ആയിട്ട് ചെയ്യടാ. ചെയ്യടാ അഖിലേഷ്. സീരിയസ് ആയിട്ടാണ് ചെയ്യണത്. ഇപ്പൊ ഇത്ര കുറച്ചില്ല. ഇനി ഇത് ഇട്ട് പിടിക്കുമ്പോ അതിന് മിഷനിൽ പിടിക്കും. ഈ സൈഡ് ഇട്ട് പിടിക്കും. അങ്ങനെ പോവല്ലേ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം, വിട്ടെന്നെ. നമുക്കറിയാം എന്റെ തലയാണ്, ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ വേണം പോ, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അങ്ങനെ തന്നെ പോയത്. നിങ്ങൾ പോയി ഇങ്ങനെ പോവാല്ലോ, ആ വഴിയും പോവാല്ലോ. എല്ലാ വഴിയും നമ്മൾ നോക്കുന്നതല്ലേ നല്ലത്. അത് ഒരുപാട് അകത്തോട്ട് പിടിക്കല്ലേ. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ തന്നെ പോയിട്ട് ഒരു കണ്ണാടിയും കൂടെ വാങ്ങിയുള്ളതായിരുന്നു. ഇവിടെ നീ ഇതിട്ട് കുത്തിയാ ചുമന്നിരിക്കുന്നു. ഒരു കുത്ത് കിട്ടി എനിക്ക്. എവിടെ? അത് ഇവിടെ 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 ഇപ്പൊ തന്നെ ഒരു സ്റ്റൈല് വന്നിട്ടുണ്ട് ഇവിടെ. മുഖത്താദ്യം ഒരു കുത്തി. എനിക്ക് കണ്ടുകൂടാത്തോണ്ട് ഞാൻ ഇരിക്കുകയാണ്. കാണാതിരിക്കാണ് നല്ലത്. ഇവൻ പറയാൻ പോലെയൊന്നും അല്ല ഇത്. സിമ്പിൾ സംഭവം. സിമ്പിൾ സംഭവം. ചെവി മടക്കി തരാം. ഇങ്ങനെയൊക്കെ ബാർബർ ഷോപ്പിൽ മടക്കി തരാൻ ഒരാള്. ഈ ഡ്രിമ്മർ കൊള്ളൂല, അതുകൊണ്ടാ. ഓക്കെ, സെറ്റ് സെറ്റ്. അടുത്ത് നമുക്ക് 0 ആയിട്ട് പിടിക്കാനുള്ളതാണ്. ഇവിടെ നമ്മൾ ഇനി അവസാനത്തെ പണിപ്പുരേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ചീപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ വെച്ചിട്ട് അല്ലേടാ കാണാറില്ലേ? അങ്ങനെയുണ്ട്. ഇനി എന്തൊരു അടുത്ത പരിപാടി? എടാ ഇത് ഇവിടെ വരെ ചെയ്യണ്ടേ? എടാ ഇനി ഇവിടെ ഇവിടെ കുറയ്ക്കണൂടാ. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് പോവാടാ. ഇവിടെ കുറയ്ക്കണ്ടേ? എടാ ഇവിടെയും ഫെയ്ഡ് ആക്കണ്ടേ? നീ ആക്ക്. റിസ്ക് ആണ്. ഉല്ലാസിനെ അത് വെളുപ്പിക്കാൻ നോക്കുമ്പോഴേടാ ചുമന്ന് പറഞ്ഞു. ബാക്ക് എങ്ങനെയാ നിനക്ക് വേണ്ടത്? ബാക്ക് വെട്ടണോ? നിങ്ങളുടെ സൈഡ് മാത്രം വെട്ടിയാ മതി. അല്ലല്ല, ബാക്ക് വെട്ടണം. ആ ഫോട്ടോ പോലെ ആവണ്ടേ? നീ നമുക്ക് അതുപോലെ ഇതാക്കാം. ഇനി അതുപോലെ ഇപ്പുറത്തെ സൈഡ്. ഓ, രണ്ടും ഒരേ കണക്ക് ഇരിക്കണം കേട്ടോ. എത്രേ ഉള്ളൂ. എന്തൊക്കെ എടാ കുരുങ്ങ് മുടി എടുത്തോളെ. നിങ്ങൾ ഈ പുറകെ നിന്ന് വെട്ടിയ വല്ലതും വെട്ടാൻ പറ്റുമോ? നീ എന്തിനാ ഇങ്ങനെ പുച്ഛിക്കുന്നത്? സൈഡിൽ പോയി വെട്ടറാ. അതാണ് ഇങ്ങനെ നീ ഇങ്ങനെ നിങ്ങൾ പുറകെ നിന്ന് എത്തി നോക്കിയല്ലേ വെട്ടണത്. അതെ അതെ. അയ്യാ, പകുതിക്ക് വെച്ച് നിന്നു കുഴപ്പമില്ലല്ലോ. ഇപ്പൊ എന്താ സംഭവിച്ചത്? എന്താ പറഞ്ഞു പോയാ? കാണിച്ചാ ആ സ്പോട്ട് ഒന്ന് കാണിക്കും. ഇല്ല ഒന്നും പറ്റിയിട്ടില്ല കുട്ടന്, ഒന്നും പറ്റിയിട്ടില്ല. നീ നേരെ നോക്കി നിനക്ക് ഇവിടെ ഒന്ന് ചെയ്തുകൂടെ? തന്നെ ഇങ്ങനെ ചെയ്താൽ എനിക്ക് കംഫർട്ട്. ഇടത് കൈ കൊണ്ടാണ്, വാക്കില്ലാത്ത കൈ കൊണ്ടാണ് നീ ചെയ്യണത്. നമ്മളെ കുട്ടനെ ശരിയാക്കണ്ടേ? ഒന്നും പോണില്ലല്ലോ. എടാ കുറച്ച് ഇങ്ങനെ ആക്ക്. ഇത് ലെയർ ആയിട്ട് ചെയ്യണ്ടേ? നമ്മൾ അവിടെ ഇതൊന്നും ചെയ്തില്ല. രണ്ട് സൈഡ് ഇങ്ങനെ വേണോ? ഇത് അഖിലേഷ് ചെയ്ത് കഴിയുമ്പോ ഫുള്ള് ചുമന്ന് പറഞ്ഞു. ഇല്ല, അഖിലേഷിനല്ലേ അറിയാന്നുള്ളതെന്നല്ലേ ഉല്ലാസ് പറഞ്ഞു. ചെയ്യട്ടെ. ദാസചേട്ടൻ ചെയ്തോ? ഇങ്ങനെ അമ്മാതിരി പ്രസ് ചെയ്യണ്. ഞാൻ ഞാറ് നടാൻ വേണ്ടിട്ട് വണ്ടിയിട്ട് കിളക്കണ പോലെയാണ്.
കണ്ടന്റ് വേണ്ടായിരുന്നു തോന്നുന്നുണ്ടല്ലേ ഉല്ലാസ്? അതെ, ഞാൻ ശരിയായി തരാം. ഒന്നും മുറിയണതായിട്ട് തോന്നണില്ലല്ലോ. അതാണ്, തോന്നാത്ത രീതിയിലാണ് ഞാൻ വെട്ടുന്നത്. മുറിയാനായിട്ട് തോന്നില്ല. പഴം പോലെ മര്യാദക്ക് കണ്ടിക്ക് അറിഞ്ഞാത്ത മനുഷ്യനാണ്. ഇതൊക്കെ കൈ പിടിക്കാൻ അറിയാമോ? അല്ല എടാ അഖിലേഷ് ഒന്ന് പിടിച്ച് സഹായിച്ചു കൊടുക്കണം. എന്തായി? കാണിച്ചു തന്നെ നോക്കട്ടെ. ഓക്കെ, ഇതുവരെയുള്ള പ്രോഗ്രസ് നോക്ക്. ഇങ്ങനെ ഇരിക്കണത് എങ്ങനെ? ഇവിടെ അത് പണിയുണ്ട്, പണി തീരെ ഉണ്ട്. പണി തീരാത്ത വീടായത്. ഇവിടെ കൊറേ ഉണ്ടോ? ഇങ്ങനെ കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നണേ അല്ലേ? ഇല്ലടാ, ഇത് പ്രതീക്ഷ അത്ര ദുരന്തമായില്ല. ഇല്ല ഇനി എന്തുമാത്രം പണി കിടക്കണത്. ഓക്കെ, അപ്പൊ കണ്ടിന്യൂ. ഹാപ്പി അല്ലേ നീ? അതെ, എനിക്ക് ഇവിടെ കട്ട് ചെയ്യണോ അതോ സ്ലോപ്പ് ആയിട്ട് മതിയോ? സാധാരണ ബാർബർ ഷോപ്പിൽ ചോദിക്കാറുണ്ട്. ഇവിടെ ക്രോസ് ചെയ്യണോ? ക്രോസ് ചെയ്യണ്ടേ? അതൊക്കെ ലാസ്റ്റ് അല്ലേ ചോദിക്കണം അവര്. ഇതിപ്പോ പകുതിയല്ലേ ഉള്ളൂ. എവിടെയോ മുറിഞ്ഞ പോലെ ഒരു ഫീല്. ഇല്ല ഷേവ് ചെയ്തിട്ടില്ല. രക്തം വല്ലതും വരുന്നോ? ഇല്ല ഡെറ്റോൾ ഉണ്ടോ? അതൊന്നും പേടിക്കേ വേണ്ട, സെപ്റ്റിക് ആവില്ല. എടാ, ഇത് നീ നല്ലോണം ഡ്രിം ചെയ്തില്ലല്ലോടാ. ഈ അഖിലേഷിന്റെ കാര്യം കുറയ്ക്കട്ടോ ഇനി. എന്തൊരു കുറയ്ക്ക്? ഡ്രിമ്മറിന്റെ അളവ് 4 ഇട്ടോ. 0 വേണ്ടടാ, 2 രണ്ടെങ്കിലും കിടന്നോട്ട് ഒരു വൃത്തിക്ക്. കൈ പോകുന്നത് അനുസരിച്ച് സ്ലോപ്പ് കൂടെ നോക്കിക്കോണേ. പ്രൊഫഷണൽ ഡ്രിമ്മർ അല്ല, അതുകൊണ്ടാണ്. നിനക്ക് പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കാൻ അറിഞ്ഞാത്തോണ്ട് സെറ്റായല്ലോ. ഇതുപോലെ പിടിയടാ, ഇതുപോലെ പിടി. അത് പിടിക്കണ്ടായിരുന്നു. അഖിലേഷിന്റെ ഇതാണ്. എടാ, ഇങ്ങനെ കാണുന്നോണ്ടാണ്. ഇത് ഓക്കെയാണ്. നീ ഇത് എന്തൊരു പറയണത്? ഓക്കെ, സീരിയസ് ആയിട്ട്. എടാ, അല്ലാതെ കാണിച്ചോട്. നോക്കിയാ തിരിഞ്ഞേ. അല്ലേ ഇവിടെ കടത്ര എന്തോ പറഞ്ഞായിരുന്നല്ലോ. എന്ത് പറ്റി? കൊള്ളാം കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. നീ ചിലപ്പോ എടുത്ത് പോകേണ്ടി വരും. പേരൊന്നും തുറക്കൂല്ലോ അല്ലേ? നിന്നെ പേര് കൊണ്ടുപോയി സൂപ്പർ ആയിട്ട് വെട്ടും. നീ സ്ട്രൈറ്റ് ആക്കിയാ അങ്ങനെ വളയ്ക്കണ്ട. വളയ്ക്കുമ്പോഴത്തേക്കാണ് എന്താ സ്ട്രൈറ്റ് തന്നെ പിടിക്കണത്? ഞാൻ കാണിച്ചു തരാം. സ്ട്രൈറ്റ് തന്നെ പിടിക്കണത്. ചാർജ് മഴയും പെയ്യും തോന്നുന്നു. മഴ പെയ്യൂടാ. ഇതിനകത്ത് കേട്ടോ. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? കുഴപ്പമില്ലടാ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുമോ? എടാ, കൊള്ളാടാ, കുഴപ്പമൊന്നും. ഇത്രയും മുടി വേണ്ടല്ലേടാ. അവിടെ മുകളിലധികം പിടിക്കണ്ട കേട്ടാ. എനിക്ക് ഇത് കണ്ടിട്ടൊരു ചേട്ടാ, ഇവന് തോന്നുന്നുണ്ട്, ഒരു വിശ്വാസം വേണ്ടേ? ഇതുവരെ ഓക്കെ ആണോ? അഖിലേഷ് ചെറുതായിട്ടൊന്ന് പിടിച്ചതിൽ ഒരു ജസ്റ്റ് ഒരു പാകപ്പഴ വന്നേ ഉള്ളൂ. സൈഡില് സംഭവിച്ചു എന്താ പറഞ്ഞു പോയാ? ഇതൊക്കെ ഓക്കെയാണ്. ഇവിടെയൊക്കെ ഓക്കെ. ഇവിടെ ഇച്ചിരി ഭേദമുണ്ട്. ഈ സൈഡ് ഇത്തിരി കുഴപ്പമില്ല. ഇത്രയും മുടി നമുക്ക് വെട്ടിക്കാം. നിങ്ങൾ മുകളിൽ തുടണ്ട. ആദ്യം സൈഡ് സെറ്റ് ആക്ക്, എന്നിട്ട് മോള്. ഇത്രയും വെച്ചൊക്കെ വെട്ടിക്കാം. ഞാൻ വെട്ടാം. കൈ കുടുങ്ങി. മഴയടാ. മഴ നല്ലതാണ്. മഴയത്തും തളരാതെ ദാസൻ നിന്ന് വെട്ടുന്നു. ഏതാ പ്രൊഫഷണൽ? മുറിയുന്നുണ്ട്. ജസ്റ്റ് തുമ്പ് മാത്രം വെട്ടിയാ മതി. അതേ, തുമ്പ് മാത്രമേ വെട്ടണുള്ളൂ. നീ പേടിക്കണ്ട. നിനക്ക് ഈ ലുക്കിന് നിന്റെ ഒരു ലുക്കിനും കോട്ടാവോ വരൂല. എടാ, ഈ നനഞ്ഞു പോയ പ്രശ്നമാവൂല. മുടി വെട്ടോടാ. നിർത്തിക്കോളാനാണ് പ്രകൃതി പറയണത്. എടാ, ഇത് അതെ, നിങ്ങൾ കളിക്കല്ലേ കേട്ടാ. എടാ, ഇത് ഞാൻ തുമ്പ് മാത്രമേ വെട്ടണുള്ളൂ. മഴയടാ. ഇത് മഴ പെയ്യണ്ട. ബാക്കി അകത്തുനിന്ന് വെട്ടാം. അല്ല, അകത്തുനിന്ന് വെട്ടണ്ട. കുറച്ചു നേരം റെസ്റ്റ് ഗൈസ്. മഴ ബ്രേക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ പണിപ്പുരയിലേക്ക് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. അതെ. ഇപ്പം ബിനു ആണ് ചെയ്യാൻ പോകുന്നത്. ബിനു ആണ് കട്ട് ചെയ്യുന്നത്. ഇത് മൂർച്ചയില്ലടാ. അതല്ലേ ഞാൻ നിന്റെ നേരത്തെ പറഞ്ഞു. മൂർച്ച പോലും ഇല്ലാതെയാണ് ഞാൻ ഇത്ര നേരം വെട്ടിക്കൊണ്ടിരുന്നത്. എന്ത് ഇങ്ങനെ ഭയങ്കര കട്ട്. മുടി ഭയങ്കര സ്ട്രോങ് അല്ലേ അവൻ്റെ? ഇങ്ങനെ വെട്ടടാ. അല്ലേ, ഇത് എങ്ങനെയാണ് എന്തൊരാക്കാനാണ്? അത് നീ ഫോട്ടോ പോലെ നോക്കാതാണ് വെട്ടാമെന്ന്. കൊള്ളാടാ ബിനു. നിങ്ങൾ ഇത്രയും ബോറാക്കിയില്ലേ? നമ്മള് സ്റ്റൈലിനനുസരിച്ചാണ് ചെയ്തത്. നോക്കിയാണ് ഇത്രയും വൃത്തിയേടാക്കി വെച്ചേക്കും. അത് നീ ഇപ്പൊ വെട്ടി ഇങ്ങനെ കറണ്ട് എടുത്തത്. ഇത്തപ്പൂരം കണ്ട വെട്ടി. ആ വെട്ടിയിലാണ് ഇത്രയും കയറിപ്പോയത്. എവിടെ പൊന്നു തള്ളടാ. അത് കേറിപ്പോയി. പോടാ, ഇനിയിപ്പോ എല്ലാം കൂടെ എന്റെ കുറ്റം. നേരത്തെ നോക്കിയപ്പോ അവിടെ കയറിക്കൊണ്ടായിരുന്നാടാ.
ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവിടെ ഇപ്പൊ നോക്കി എന്ത് കേറി നോക്കി. അതൊക്കെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടോ? വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. നേരത്തെ കാണും, നേരത്തെ എടുത്തിട്ടുണ്ടോ? കുഴപ്പമില്ല. എടാ ഇതൊരുമാതിരി മറ്റേ പരിപാടി ആയിപ്പോടാ. എനിക്കറിയായിരുന്നു ഇപ്പോഴേ നീക്ക് ഇങ്ങനെ പറയുള്ളത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചൊന്ന് വൃത്തിയാക്കി ഫുള്ള് മുട്ട അടിച്ചിട്ടേ എന്റെ പേര് ടിയൊന്നുമില്ല. ഫുള്ള് മുട്ട അടിച്ചിട്ട് എന്റെ പേര് പറയും. എനിക്ക് ഉറപ്പാണ്. എടാ ഇത്രയും വേണ്ടല്ലോ, കണ്ണി കൂടെ കിടക്കയില്ലേ? കണ്ണിക്കുത്തല്. അല്ല കണ്ണി കൂടെ കിടക്കയില്ലേ? എടാ ഞാൻ പറയണ ഫ്രണ്ട് ഇപ്പൊ നിങ്ങൾ ആദ്യം സൈഡ് ശരിയാക്ക്. അത് ശരിയാണല്ലേ? സൈഡ് ബാക്ക് ശരിയാക്കിയാ? എടാ ചാർജ് കയറട്ടെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇരിക്കുന്നത്. നിങ്ങൾ ബാക്ക് ശരിയാക്ക്. ബാക്ക് ശരി. 0 ഇട്ട് അടിക്കണ. അത് ഞാൻ ചെയ്യാം. ഇത്തിരി കണ്ടിട്ട് ഇതൊന്ന് വൃത്തിയാക്കണം. അവൻ എന്തായാലും ഇത്രയും കയറ്റി ഇങ്ങനെ പിടിച്ചോ. ഇടാ നേരത്തെ കയറ്റി ഈ അഖിലേഷ്. എന്റെ പൊന്നെ, ഞാൻ ഇവിടെ ഒന്നും വെട്ടിയില്ല. നീ ഇവിടെ നേരത്തെ വെട്ടി. ഇങ്ങനെ ഇരുന്ന സാധനത്തിന് നീ ഇങ്ങനെയുള്ള സാധനത്തിന് വെട്ടി. അങ്ങനെ വെട്ടിയപ്പോഴാണ് ഇവിടെ ഇത്രയും കയറിപ്പോയത്. എന്തൊരു കള്ളത്തോനോട് ഈ പറയണത്. നീ കണ്ട എന്നല്ലേ ഞാൻ വെട്ടിയാ? വെട്ടിയില്ലെന്ന് തോന്നുന്നു. എന്തൊരുടെ നിനക്ക് അബദ്ധം പറ്റി. നിനക്ക് അബദ്ധം പറ്റിയാ? ക്ലിപ്പിട്ടോ അതങ്ങ് മറന്നു ഞാൻ. ഇട് വേഗം, സമയമില്ല. ട്രിമ്മർ ആണെങ്കിൽ ഒരു സമാധാനം ഉണ്ട്. ഈ കത്തിരി കേട്ട് എന്നാലും കത്രിക പോണെടുത്ത് കത്രിക പോണം, ഡ്രിമ്മർ പോണെടുത്ത് ഡ്രിമ്മർ പോണം. മനസ്സിലായില്ലേ? കഴിവുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. ഇതൊക്കെ പഠിച്ചു പഠിച്ചല്ലേ കഴിവുണ്ടാവണം. മറ്റേ സാധനം മൊട്ടയാക്കല്ലേ? അല്ലല്ലേ സൈഡില് വെട്ടിയ മുടി പിന്നെ ഡ്രിം ചെയ്ത് നമ്മളെല്ലാം വൃത്തിയായിട്ട് ചെയ്യും. നിങ്ങൾ ഈ മുടി ഇങ്ങനെ പൊക്കി പിടിച്ചോ? അങ്ങ് ചെയ്. ഇപ്പൊ ഇത് കയറ്റിയതാണ് പ്രശ്നമായത്. നീ എന്തരടാ ചെയ്തത്? ആര് കയറ്റിയത്? നീ ഇത് കയറ്റിയില്ലേ? ഞാൻ കയറ്റിയതാ. ഇതാ ഈ ഒരു സാധനം കയറ്റി വെച്ചേക്കണം. ഇതാര് കയറ്റിയത്? ഇതാര് കയറ്റിയത്? ശരിയടാ, ഞാൻ തന്നെ വീഡിയോ കാണുമ്പോ അറിയാലോ. വീഡിയോ കാണുമ്പോ അറിയാം. വീഡിയോ കാണുമ്പോ അറിയാലോ. നീയാണ് ഞാനാണോ കയറ്റിയ? എനിക്കറിയണ്ട. ഞാനല്ല, അതെനിക്കറിയാം. നമുക്ക് ബാർബർ ഷോപ്പിൽ പോയാലോ? നീ സമയമുണ്ടല്ലോ. ഇതൊന്നും ഇതെന്തിരിക്കട്ട് ഇത് സ്ലോപ്പ് ചെയ്യണോടാ. ഇതൊരു 10 ഇട്ട് നമുക്ക് കുറയ്ക്കാം. ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ സ്ലാൻഡ് ചെയ്താണ് വരാൻ. പക്ഷെ അതിന് ഈ മുടിയില്ലേ, ഈ മുടിയൊക്കെ വെട്ടേണ്ടി വരും. ഡ്രിമ്മർ ഇട്ട് പിടിച്ചാൽ ശരിയാവൂല. ബൗൾ കട്ട് അതാവുമ്പോ ഇവിടെ ഒരു സാധനം വെച്ചിട്ട് ചട്ടി കമത്തി വെച്ചോ. അതാണ് നല്ലത്. അത് കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ ഈ മുടി താത്തിട്ടിട്ടേ ഇവിടെ ഒരു സ്ലോപ്പ് കണക്കാക്കി തരാൻ പറ്റുമോ നോക്ക്. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? നോക്കാം, ശ്രമിക്കാം. ഇല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും വിളിക്ക്. മുടി കയറുന്നില്ല ചീപ്പിന്. ശ്രീകാന്ത് വരെ വിളിച്ചിട്ട് അതിന് നമ്മളിപ്പം ഫെയറിൽ പോവല്ലേ? മുടി കയറില്. ഇത് എന്ത് ഇവനല്ലേ പറഞ്ഞു സ്ലോപ്പ് ആക്കി തരാൻ? ചെയ് ഇനിയിപ്പോ എനിക്ക് ചെയ്യാൻ അറിഞ്ഞൂടാ. എനിക്ക് ഇത് അറിഞ്ഞൂടാ. ഇതിപ്പോ ഞാൻ എന്തിനു ചെയ്യാനാ? ഇതും കൂടെ എന്തേലും ചെയ്തു കൊടുക്കും. ഇതില്ലേ വെട്ടാൻ പറ്റൂ. നീ എന്തിനെ പേടിക്കണേ? നിന്റെ ഫോൺ എടുത്ത് അല്ല അവന് കാണിച്ചു കൊടുക്കാനില്ല, ചിലപ്പോ അറ്റാക്ക് വരും. കൊള്ളാല്ലേ? കാര്യം ചെയ്യാ, ഒരു കുഴപ്പമില്ലടാ കുട്ട. എവിടെ ഫോൺ എവിടെ? നമുക്കല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവാ. ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേടാ? എന്തിങ്ങനെ ഇരിക്കണ? ഇല്ല അത് അഖിലേഷ് ശരിയാക്കി തരും. നമുക്ക് എവിടെയെങ്കിലും പോവാം കേട്ടാ. വേണ്ട, നമ്മളെ സേവനം വേണ്ട. വേണ്ട സാറിന്റെ വേണ്ട. വേണ്ട നീ കൊളാക്കണ്ട. ഇല്ല ഇനി അവര് ചെയ്ത് പുറത്ത് പോയി ചെയ്താ മതി കേട്ടോ. നമുക്ക് പുറത്ത് സമയത്താണോ എന്തോ ശരിയായില്ല. ഇതിൽ ഇനി ഇത് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും കൊളാവും. ഇത് മൊത്തത്തിൽ നൈസായിട്ടാണ് അവന്മാർ വെട്ടണത്. അത് എനിക്കിങ്ങനെ അറിഞ്ഞൂടാണെന്ന് അറിഞ്ഞൂടാ. ഇതിപ്പോ നീ ഇപ്പൊ ഇങ്ങനെ പിടിച്ച് വെട്ടുമ്പോഴേ ഇത് മൊട്ടായിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അത് ഇങ്ങനെ അവര് സ്ലോപ്പ് ചെയ്താ കാരണം. നിനക്ക് അറിഞ്ഞൂടെയും പറഞ്ഞൂടേടാ. ഫ്രണ്ട് വെട്ടണ്ടേ? ഈ സൈഡ് വലിയ പ്രശ്നം ഇല്ല ഇതുവരെ. എന്ന് പറഞ്ഞാൽ മറ്റേ ഒന്നും വെട്ടിയില്ല. ഈ സൈഡ് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇത് ശരിയാക്കി തന്നിട്ട് എല്ലാത്തിനും ഞാൻ വിടുള്ളൂ. ഞാൻ വീഡിയോ എടുത്തല്ലേടാ. എടാ ഉല്ലാസം, നമുക്ക് ഫുഡ് കഴിക്കാൻ നേരായി.
പോയാല ട്രിമ്മറിങ് തന്നെ നീ എന്ത് ചെയ്യാൻ പോണ? സ്വന്തമായിട്ട് ചെയ്യാം. വേണ്ട വേണ്ട, നീ സ്വന്തമായിട്ട് ചെയ്യണ്ട. നില്ലാണ്ട് ഇവിടെയൊക്കെ നോക്കി ഇത് എന്തൊരിത്. ഞാൻ ശരിയായി തരാം. ട്രിമ്മറിങ് നിങ്ങളൊന്നും ചെയ്യണ്ട. ഇങ്ങനെ ഇല്ല ഇല്ല, എനിക്കൊരു വിശ്വാസമില്ല. ഇല്ല, വിശ്വാസം പോയി. കൊച്ചിനൊക്കെ മുടി വെട്ടിയിട്ടുണ്ടെന്ന് കേട്ട അവനൊന്നും അറിഞ്ഞൂടറാ. ഇല്ല ഇല്ല, ഞാൻ ചെയ്തുതരാം, ഞാൻ ചെയ്തുതരാം. 6 ഞാൻ ഇട്ടോളാം. എടാ ഇത് നീ ഇങ്ങനെ ചെയ്തെന്ന് മനസ്സിലാവൂ. ഞാൻ ചെയ്തുതരാം. അത് കൂടുതൽ വൃത്തിയിടാം. വൃത്തിയിടാവാനാണ്. ഇപ്പൊ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഇരുന്നതായിരുന്നു. നീ വൃത്തിയിടാക്കി. ഇത് ഇത്രയും ഉല്ലാസം ചെയ്ത് ഇത്രയും വൃത്തിയിടാക്കി. നിങ്ങൾ വന്ന് വെട്ടിത്തരാൻ പറയണം കേട്ടാ. ഓ പറയാം, വാ. ഇതൊക്കെ ബാർബർ ഷോപ്പിൽ കൊണ്ടുവന്ന് അവര് ചീത്ത വിളിക്കുള്ളൂ. എടാ വേറൊരു സ്റ്റൈലിൽ ചെയ്തു തരാൻ പറഞ്ഞ, അല്ലെങ്കിൽ ഇത് വേറെ സ്റ്റൈല്, ഇത് വേറെ. ഇവിടെയാണ് നീ ശരിയാക്കിയത്. ഇത് നന്നായിട്ട് വന്നേരുന്നു ഞാൻ ചെയ്തത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതാ ഇവിടെ ചെറുതായിട്ട് ആദ്യമേ 0 ഇട്ട് വെച്ചിട്ട് ഇവിടെ വരെ കേറിയിട്ടുള്ളൂ. ഇത് വലിയ കേറ്റം ഇല്ല. അത് ആ രീതിയിൽ അങ്ങ് എടുത്താൽ മതി. എടാ മറ്റേ ഫോട്ടോ, നീ എടുത്ത ഫോട്ടോ, ആ ഫോട്ടോ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഫോട്ടോയും റെഫറൻസ് നോക്കത്തില്ല. റെഫറൻസ് നോക്കിയാലേ വെട്ടാനും സമ്മതിക്കൂല. ഇതാണ് റെഫറൻസ് നോക്കിയാൽ. നീ റെഫറൻസ് ഫോട്ടോ നോക്കട്ടെ. ഫോട്ടോയിൽ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ. ഇതാണ് ഫോട്ടോ. പക്ഷെ ഇത് കേറിയടാ. ഇല്ലടാ, കേറിയില്ലടാ. ചെവിയില് തൊട്ട് മേളില്, ചെവിയില് തൊട്ട് മേളില്. ഇത് കുഴപ്പമില്ല, കറക്റ്റ് ആണ്. ചിലപ്പോ ആ ലുക്ക് നിനക്ക് ചേരാത്തോണ്ടായിരിക്കും. നിന്റെ സോറി, അത് നിന്റെ കുഴപ്പമാണ്. നിന്റെ കുഴപ്പമാണ് കേട്ടാ. അത് കറക്റ്റ് ആണ്. നീ ചെയ്തോ, കംപ്ലീറ്റ് ചെയ്യട്ടാ. കുറച്ചെങ്കിലും വെച്ചിരുന്ന അവര് വൃത്തിയാക്കി തരും. കോൺഫിഡൻസ് ഇല്ല. അവന് കോൺഫിഡൻസ് ഇല്ലാതെ നമ്മൾ ചെയ്യാൻ ശരിയല്ല. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇട്ടേക്കണത്. ബാക്ക് വെട്ടണമെങ്കിൽ ഇതേപോലെ വെട്ടണം. ഓ, അത്ര വെട്ടട്ടാ. അപ്പൊ നിനക്ക് വിഷമോ? വെട്ടണോ? നിന്റെ വിഷം ഇതാണ് വിഷയം. ഇതുപോലെ ആയിരുന്നു ഗൈസ് നമ്മൾ ഉദ്ദേശിച്ചത്. ഏതാണ്ട് അതേപോലെ വന്നിട്ടുണ്ട്. റിയാലിറ്റി സൈഡ് അതുപോലെ തന്നെ വന്നിട്ടുള്ള അത്യാവശ്യം ഇതേപോലെയൊക്കെ തന്നെ. സീരിയസ്ലി നീ ഇങ്ങനെ ഇരിക്കണോണ്ടാണ് നമുക്ക് നോക്കുമ്പോ ഇത് ഉല്ലാസമാണെന്ന് പെട്ടെന്ന് അല്ലേ, പെട്ടെന്ന് ഉണ്ടാ ഉല്ലാസല്ലേ. ഇനി എന്ത് ചെയ്യും? ഞാൻ വെട്ടി തരട്ടാ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് എന്തൊരു തോന്നുന്നു. ഇതിപ്പോ എന്തായാലും ഇതുവരെ ആയില്ലേ, ഇനിയിപ്പോ ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യും. ഞാൻ ചെയ്ത് ശരിയായി കൊടുക്കാം. നിന്റെ സേവനം വേണ്ട. ഇതൊന്ന് കുറച്ച് കൊടുത്താൽ മതിയല്ലോ. ഈ ഒരു സാധനം കുറയ്ക്കുമ്പോ ആ വൃത്തിയിടാൻ മാറും. 0 ഇന്നോട്ട് പിടിക്കല്ലേ. അല്ല, അതിനെക്കാട്ടി താഴ്ന്ന് വെച്ചിട്ട് പൊക്കി വെക്കുന്നുണ്ടല്ലോ. ഇതാണോ നല്ലത്? എടാ ഇങ്ങനെ ഇല്ലേ നല്ലത്? വീട് നേരത്തെ കാണിച്ച രീതിയിൽ എങ്ങനെയാണ്? ചെയ്യ്. കൈ പറക്കണെന്തിന്? ഇല്ല വിറക്കണമെന്ന് വിശക്കണം തോന്നും. ഇപ്പം അത്യാവശ്യമായില്ലേ, കിടിലായില്ലേ. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഈ ഒരു സ്ഥലം നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. മൂർച്ചയില്ലാത്ത കത്തിരിയും കൊണ്ടാണ് മുടി വെട്ടാൻ. ഇത് റെഡി ആയില്ലേടാ? ഇപ്പൊ രക്ഷപ്പെടുത്താൻ പറ്റുന്ന സ്റ്റേജാണ്. ഈ സമയത്ത് പുറത്തോടെയും കൊണ്ടുപോയി ഈ പോവാ രണ്ടും കൂടെ വെട്ടി കുറച്ചിട്ട് പോവാം. അതോടെ ഇനി നശിപ്പിക്കണോ? നമുക്ക് പോവാം. അല്ലെങ്കിൽ നമുക്ക് വീഡിയോയിൽ ഇങ്ങനെ വെട്ടണ രീതിയിൽ കാണിച്ചിട്ട് അവസാനം വെട്ടിയിട്ട് കൊണ്ടുവന്ന് വയ്ക്കാം. അത് ടൈം ലാപ്സ് ഇട്ടാൽ മതിയല്ലോ. എന്നാ ഇവിടെ ഇങ്ങനെ വയ്ക്കുക. ഇനി ശരിയാക്കണ്ടടാ, കയ്യിൽ നിന്ന് പോവും. നമ്മളെ കൊണ്ട് പറ്റൂടാ. പറ്റും. എടാ കൈലേശ്, നിനക്ക് ഇപ്പോഴും കോൺഫിഡൻസ് ഉണ്ട്? വേണ്ട അവൻ എന്തായാലും നീ ആള് കൊള്ളാം കൈലേശ്. സംഭവം എന്ന് പറഞ്ഞാൽ ഇവര് മുടി നല്ല പട്ടർ അടിച്ച് അവസാനം കൊളായാലും മുട്ട അടിക്കാൻ പറ്റിയ ഒരാളാണെങ്കിൽ നമുക്ക് ചെയ്യായിരുന്നു, എക്സ്പെരിമെന്റ് ചെയ്യായിരുന്നു. അവന് മുട്ട അടിക്കാൻ ഇതില്ല. വേണമെങ്കിൽ മുട്ട അടിക്കാൻ എളുപ്പമുള്ള ആൾക്കാരെ നമുക്ക് വെക്കാം. നിന്നെ വെച്ചാലോ? നിനക്കും കുറവാണ്, എന്നാലും ചെയ്യാം. നമുക്ക് പ്രൊഫഷണൽസിന്റെ അടുത്ത് പോവാം അല്ലേ? നമുക്ക് പറയാം ഉല്ലാസ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ചെയ്തെന്ന് പറയാം, അല്ല നമ്മള് ചെയ്തെന്ന് പറയണ്ട. ഉല്ലാസ് അല്ലെങ്കിൽ നമുക്ക് നാണക്കേടല്ലേടാ. ഉല്ലാസ് വീട്ടിൽ തന്നെ മുടിയെടുത്ത് അബദ്ധത്തിലായി ഒന്ന് ചെയ്ത് പൈസ ലാഭിക്കാൻ വേണ്ടി ചെയ്ത് അബദ്ധത്തിലായി. ഒന്ന് ചെയ്ത് തരുമോ? പാവം ചെറുക്കനാണ്, ഒന്ന് ശരിയാക്കി കൊടുക്കാൻ പറയാം. വാ അവിടെ പോവാം. നമ്മുടെ KFC ഇവിടെ അടുത്തൊരു സ്ഥലം ഉണ്ടല്ലോ, JKര. തിരക്കൊന്നുമില്ല. നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വന്നായിരുന്നടാ, ഇറക്കി വെച്ചു. നമ്മൾ പിണങ്ങി. നീ ആയിട്ട് കൂട്ടില്ല. കൊച്ചിന് വായില്ലാത്തോണ്ടൊന്നും പറയണില്ല. ഇത് ഇത്തിരി പാടാ. ഈ സൈഡ് നന്നായിട്ട് വന്ന്, ഈ സൈഡ് വന്നില്ല. പോവാം.
ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ കഴിച്ചിട്ട് വരാം. ബൈ. അതൊന്നും പോകണ്ട. ആൾക്കാർ കാണട്ടെ. അപ്പൊ ഗൈസ് എന്റെ തൊപ്പി ഞാൻ അവന് കൊടുത്തിരിക്കുകയാണ്. നന്ദിയുണ്ട്. അതൊക്കെ ചെയ്തില്ലേ? അതെ തന്നെ. ഇനി നമുക്ക് കൊണ്ടുപോയി ഇതൊന്നും നന്നാക്കി എടുക്കാം. ഇപ്പോഴും ഇപ്പൊ നന്നായി തന്നെ നന്നായിട്ട് തന്നെ ഇരിക്കുന്നത്. കോൺഫിഡൻസ് പോയോണ്ട് മാത്രമാണ്. അല്ലായിരുന്നെങ്കിൽ നമുക്ക് കോൺഫിഡന്റാ. നിനക്കില്ലേ കോൺഫിഡൻസ്? വീഡിയോ എടുക്കാൻ നല്ല കോൺഫിഡൻസ്. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അവന്റെ ഇഷ്ടപ്രകാരം നമുക്ക് ചെയ്തു നോക്കാം. അതെ അതെ. കാരണം നമ്മള് ചെയ്യുമ്പോ ഇവര് ടൈം കൂടുതൽ അല്ലെ? ലുക്കുണ്ട്, ഒട്ടയടിച്ചതൊക്കെ തന്നെ. ഉല്ലാസിന് ഇപ്പൊ ലുക്കുണ്ട്. എന്തായാലും പോയി നോക്കാം. ഇവിടെ സ്ലോപ്പ്, സ്ലോപ്പ്, ആ ഫോട്ടോ हम काट दिया वो इधर ट्राई है सर, इसका कॉन्फिडेंस नहीं है हम कट करने ओके ഇത് അല്ലെങ്കിൽ ഇത് അല്ലേ? ഇത് ऐसा പൈസ तो ये एक कट हाँ शॉर्ट करो कोई बात नहीं. ये एक कट कैसा है हमारा कट ये है अभी ഓക്കെ, അപ്പൊ ഇത് സെറ്റ് ആക്കിയിട്ട് വരാവേ. ओके നിങ്ങൾ കണ്ട് പഠിച്ചോണം കേട്ടോ, ഇങ്ങനെയാണ് പറ്റുന്നത്. അല്ല, ബായി പറഞ്ഞത് നമ്മൾ ചെയ്തത് നന്നായിട്ടുണ്ട്, പണി ചെയ്യാൻ എളുപ്പമുണ്ടെന്ന്. ഇനി പുള്ളിക്ക് മലയാളം ഈ സാധനം ക്ലിപ്പ് ഇല്ലാതായി പോകും. ക്ലിപ്പ് ഇല്ലാതായി പോയി. അതല്ലേ ഇങ്ങനെ തന്നെ ഞാൻ ചെയ്തത്. പുള്ളിക്കാരൻ ചെയ്യാൻ ഡ്രോപ്പ് ചെയ്യാൻ പഠിച്ചോ. നിങ്ങൾ 2 മണിക്കൂറൊക്കെ ചെയ്തത് 2 സെക്കൻഡ് കൊണ്ട് ചെയ്യും. ഇത് മറ്റേ ഫെദർ ടച്ച്. നിങ്ങളാണെങ്കിൽ മറ്റേ കണ്ട ഒഴിവ് നടക്കണം. അപ്പൊ ഇനി നീ പോയി മുടി വെട്ടിയിട്ട് കഴിഞ്ഞിട്ടൊക്കെ അവസാനം കാണാം. നമ്മൾ ഏതാണ്ട് ബാക്ക് ഇതേപോലെ എടുക്കാനായിരുന്നു പ്ലാൻ, പക്ഷെ ഉല്ലാസം സമ്മതിച്ചില്ല. എങ്ങനെയുണ്ട് ഗൈസ്? നമ്മുടെ വെട്ട് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നമ്മളിവിടെ കയറി പിന്നെ ആ പുള്ളിക്ക് വയ്യാതായി നമ്മൾ പിന്നെ വെട്ടി. ഇടയ്ക്ക് വെച്ച് നമ്മളാണ് കയറി വെട്ടി. അതാണ് ഞാൻ എന്റെ ജന്മത്തിൽ ഇങ്ങനത്തെ സ്റ്റൈലിൽ വെട്ടിയിട്ടില്ല. പ്രശ്നസ് ഇല്ലേടാ? ഒരു പ്രശ്നമുണ്ട്. നമ്മളില്ലാതെ ഇങ്ങനത്തെ സ്റ്റൈലിൽ നിന്റെ മുടി കാണൂല. അതെ അതെ, ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരുമാതിരി മറ്റേ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരുപാട് മറ്റേ അത് 2 ദിവസം പൊന്നും കഴിയുമ്പോൾ പടത്തിൽ ലക്ഷ്മി കുട്ടിയെ പോലെ. അതാണ് കൊള്ളാതെ. നമ്മൾ ഫ്രണ്ട് കുറച്ചുകൂടെ വെട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ടഫായി, ഈസി ആയി പോയി പോകാൻ. ഞാൻ ഇടയ്ക്ക് കുറച്ച് ഉല്ലാസിന് കാണാൻ ഒരു വൃത്തിയില്ലേ? നമ്മൾ കാരണം നമ്മൾ ഇതുപോലെ വെട്ടി തരാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ ഒരു കുറച്ച് ഇവിടെ എടുത്തിട്ട് മാമാട്ടിക്കുട്ടി മാമാട്ടിക്കുട്ടിയാൻ പോയത്. ഉല്ലാസിന്റെ മമ്മി ഇത് കാണുകയാണെങ്കിൽ താങ്ക് യു പറയണ്ട. നിങ്ങൾക്ക് ഉല്ലാസിന്റെ തല അല്ലേ, തല വെട്ടിയത് അല്ല മുടി വെട്ടിയത് ഇഷ്ടപ്പെടാത്ത ഫാൻസിനോ അല്ല കല്യാണാലോചന ഉണ്ടെങ്കിൽ ഉല്ലാസ് ഡയറക്റ്റ് കോൺടാക്ട്. ഈ ലുക്കാണ് ഉല്ലാസിനുള്ളത്. ഇച്ചിരി അടിപൊളിയായില്ലേ? ഇപ്പോഴാണ് ഒരു സമാധാനമായത്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഇനി തല വെച്ച് കൊടുക്കൂല നിങ്ങൾക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വിചാരിച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അതൊക്കെ ഞെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.